Assalamu alaikum. എൻ്റെ പേര് തസ്ലിം. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ടർക്കിഷ് ബേക്ക്ഡ് പൊട്ടാറ്റോ എന്ന് പറയുന്ന ഒരു ഡിഷാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീടുകളിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് പൊട്ടാറ്റോ ഉണ്ടാക്കുന്ന റെസിപ്പിയിലോട്ട് കിടക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ തൊലിയോട് കൂടിയുള്ള പൊട്ടാറ്റോ ആണ്. ഇവിടെ ഒരു 5 എണ്ണമുണ്ട്. അതിനെ ഈ കാണുന്നത് പോലെ കട്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ തണുത്ത വെള്ളത്തിലായിട്ട് ഇട്ട് വയ്ക്കുക ഒരു 10 മിനിറ്റ് നേരത്തേക്ക്. അതിനുശേഷം നമ്മൾ ഒരു 1-2 പ്രാവശ്യം നല്ലതുപോലെ വാഷ് ചെയ്തെടുക്കും. കാരണം തണുത്ത വെള്ളത്തിൽ പൊട്ടാറ്റോ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റാർച്ച് പോവും. സ്റ്റാർച്ച് മാറി കിട്ടുമ്പോഴത്തേക്ക് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്ന പൊട്ടാറ്റോ നല്ല ക്രിസ്പി ആയിരിക്കും. അതുപോലെ തന്നെ ഉൾഭാഗം നല്ല സോഫ്റ്റും ആയിരിക്കും. അതിനുശേഷം നമ്മൾ നല്ലതുപോലെ തിളയ്ക്കുന്ന വെള്ളത്തിൽ ഉപ്പ് ചേർക്കുക. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടാറ്റോ അതിൽ ആഡ് ചെയ്യുക. ഇനി നമ്മൾ 8 മിനിറ്റ് നേരമാണ് ഇതിനെ വേവിക്കുന്നത്. അതിനുശേഷം ഊറ്റിയെടുത്ത് നമ്മൾ കുറച്ച് സമയം തണുക്കാൻ വേണ്ടി വെക്കും. ആ സമയത്ത് നമുക്ക് സോസ് തയ്യാറാക്കാം. അതിനായിട്ടൊരു ബൗൾ എടുക്കുക. ആ ബൗളിൽ 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കുക. അതിനുശേഷം 4 ടീസ്പൂൺ പുൽബിബാർ ചേർക്കുക. ഇല്ലാത്തവർ കാശ്മീരി ചില്ലി ഫ്ലേക്സ് ചേർത്താലും മതി. അടുത്തതായിട്ട് ചേർക്കുന്നത് ഗാർലിക് പൗഡറാണ്. ഗാർലിക് പൗഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റെസിപ്പിയിൽ മസ്റ്റാണ്. ഗാർലിക് പൗഡർ ഇല്ലാത്തവർ ഗാർലിക്കിനെ വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ചെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഓവനിൽ വെച്ച് ഉണക്കി പൊടിച്ചാലും മതി. ഫ്രഷ് ഗാർലിക് വേണമെങ്കിൽ ചേർക്കാം, പക്ഷേ ഫ്രഷ് ഗാർലിക്കിന് അത്രത്തോളം ടേസ്റ്റ് കാണില്ല. അതിനുശേഷം 1 ടീസ്പൂൺ ഒറിഗനോ, 1 ടീസ്പൂൺ തൈം എന്നിവ ചേർക്കുക. അതിനുശേഷം ഞാൻ ഇത് ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ 1 ടീസ്പൂൺ മസ്റ്റർഡ് പേസ്റ്റാണ്. ഇതില്ലാത്തവർ നാട്ടിലെ കടുക് പൊടിച്ച് ഇത് ചേർത്താലും മതിയാകും. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയും ചേർക്കുകയാണ്. കുരുമുളക് പൊടി ഞാനിവിടെ 2 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്യുന്ന ഒരു 2 മിനിറ്റ് നേരമെങ്കിലും നല്ലതുപോലെ മിക്സ് ചെയ്യണം. അതുപോലെ തന്നെ ഈ മിക്സ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് വെച്ച് നമ്മൾ 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കും. അപ്പോൾ നമ്മളുടെ സോസ് തയ്യാറായിട്ടുണ്ട്. ഇനി ഈ സോസിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പൊട്ടാറ്റോ ആഡ് ചെയ്യാം. അതിനുശേഷം ഇതുപോലെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഏറ്റവും കുറഞ്ഞത് ഒരു 2 മുതൽ 3 മിനിറ്റ് നേരം ഇതുപോലെ മിക്സ് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ പൊട്ടാറ്റോ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഒരു ട്രേ എടുക്കുക. ആ ട്രേയിലോട്ട് നമ്മൾ ഈ പൊട്ടാറ്റോ ഇതുപോലെ അടുക്കി വെക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഭാഗവും ഒരുപോലെ കുക്ക് ആവുകയും ചെയ്യും, അതുപോലെ നല്ലപോലെ ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും. അതിനു വേണ്ടിയാണ് നമ്മളിങ്ങനെ അടുക്കി വെക്കുന്നത്. അതിനുശേഷം നമ്മൾ ഓവനിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ 35 മിനിറ്റ് നേരം ഇതിനെ ബേക്ക് ചെയ്തെടുക്കുക. ബേക്ക് ചെയ്തെടുത്ത പൊട്ടാറ്റോയിൽ നമ്മൾ കുറച്ച് ഗാർലിക് പൗഡർ, അതുപോലെ തന്നെ കുറച്ച് സാൾട്ടും പെപ്പറും ആഡ് ചെയ്യുക. അപ്പോൾ നമ്മളുടെ ടർക്കിഷ് ബേക്ക്ഡ് പൊട്ടാറ്റോ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും വീഡിയോയിൽ ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് മുഖേന എന്നെ അറിയിക്കുക. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് വേറൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.